പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതിയിലും അടക്കം മുഹമ്മദ് റിയാസിന്റെ വസതിയിലടക്കം വലിയ റെയ്ഡ് നടത്തിയതിന്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPM-ന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടു. ജില്ലാ കേന്ദ്രങ്ങളിലെല്ലാം പ്രതിഷേധങ്ങൾ അലയടിച്ചു. CPM മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധവുമായി അവർ രംഗത്തിറങ്ങി. ED-ക്കെതിരെ വലിയ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. ED, മോഡി, BD കൂട്ടുകെട്ടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ രംഗത്തുണ്ടാകുമെന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ പറയുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ നിരവധിയായ പ്രവർത്തകന്മാർ അറസ്റ്റിലായി റിമാൻഡ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യം CPM-ന്റെ പ്രമുഖ ഏരിയ ജില്ലാ നേതാക്കന്മാർ അടക്കമുള്ളവർ റിമാൻഡ് ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ അണികൾക്കിടയിൽ ഒരു അമർഷമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തിരുവനന്തപുരത്തടക്കം നൂറുകണക്കിന് പ്രവർത്തകരാണ് പിണറായി വിജയന്റെ വാടക വീടിന് മുന്നിൽ തടിച്ചുകൂടിയത്. പിണറായി വിജയന്റെ കണ്ണൂർ ധർമ്മടത്തെ വീട്ടിന് മുന്നിൽ വലിയ ആൾക്കൂട്ടം തടിച്ചുകൂടിയത് നമ്മൾ കണ്ടു. കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ കോട്ടൂളിയിലെ വീടിന് മുന്നിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം. അവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ P. മോഹനൻ ഉണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടറി CPM-ന്റെ ജില്ലാ സെക്രട്ടറി മെഹബൂബ് അടക്കമുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം അരങ്ങേറിയത്. ജില്ലാ കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും വർഗ ബഹുജന സംഘടനകളെയും ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുഖ്യമന്ത്രിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ED വേട്ട എന്നാണ് ഇടതുമുന്നണി നേതാക്കന്മാർ ഇതിനെ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത്, തന്നെ ആരും ചോദ്യം ചെയ്തിട്ടില്ല, തന്റെ മകളെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്, മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസിനകത്ത് മകളെ ചോദ്യം ചെയ്തു എന്നാണ് പിണറായി വിജയൻ തന്നെ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ വെളിപ്പെടുത്തിയത്. ഇതോടുകൂടി അണികൾ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തിനു വേണ്ടിയാണ് തങ്ങൾ സമരരംഗത്തിറങ്ങിയത്? ഒരു പാർട്ടി അംഗത്വം പോലും ഇല്ലാത്ത വീണ വിജയനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ എന്തിനാണ് തങ്ങൾ സമരത്തിനിറങ്ങിയത് എന്നൊരു ചോദ്യമാണ് CPM-ന്റെ സാധാരണക്കാരായ അണികൾ ഇപ്പോൾ ചോദിക്കുന്നത്. അണികൾ ചോദിക്കുന്ന ചോദ്യം ന്യായമായ ചോദ്യമാണ് എന്നതിൽ തർക്കമുണ്ടോ? തീർച്ചയായും അണികൾ ചോദിക്കുന്ന ചോദ്യം ന്യായമായ ചോദ്യം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എന്തിനു വേണ്ടിയാണ് അണികൾ തെരുവിലേക്ക് ഇറങ്ങിയത്? അതിൻ്റെ അകത്ത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പറ്റുന്ന ED പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുമ്പോൾ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി പാർട്ടിയിലുണ്ടായ രണ്ട് വലിയ പരാജയം, CPM-ന്റെ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികളിലടക്കം മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയനെതിരെയുള്ള അതിശക്തമായ വികാരം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള അതിശക്തമായ വികാരം, ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ED റെയ്ഡുമായി വരികയും പാർട്ടിക്കാർ അല്ലെങ്കിൽ അണികൾ മുഴുവൻ തെരുവിലിറങ്ങുകയും പ്രതിഷേധിക്കുകയും അത് വലിയ സംഘർഷങ്ങളിലേക്ക് പോവുകയും അത് പല രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് പോവുകയും ജോയ് അടക്കമുള്ളവർ എല്ലാവരും ഞങ്ങളുടെ പ്രവർത്തകരല്ല, പിണറായി വിജയനോടുള്ള സ്നേഹം കൊണ്ട് വന്നതാണെന്ന് പറയുകയും, ഒരു തരത്തിലും മറുവശത്ത് ചില നേതാക്കൾ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നേതാക്കൾക്കെതിരെ ഇത്തരം കാര്യങ്ങൾ വന്നാൽ അണികൾ സ്വാഭാവികമായും പ്രതിഷേധിക്കുമെന്ന് പറയുന്ന രീതിയിലുള്ള പല അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്തിന് അണികൾ ഇറങ്ങിയെന്നൊരു ചോദ്യമുണ്ട്. പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടന്നു എന്ന് പറയുമ്പോൾ പോലും പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. വീണ വിജയനെതിരെയായിട്ടാണ് കേസുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ റെയ്ഡ് നടന്നിട്ടുള്ള ചോദ്യം ചെയ്തൊക്കെ. അപ്പൊ എന്തിനാണ് അണികളെ എന്തിനിവിടെ ഉപയോഗിച്ചു എന്നൊരു ചോദ്യമുണ്ട്. രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടായത് സംഘർഷത്തിലേക്ക് പോയപ്പോൾ രാഷ്ട്രീയമായി പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് CPM-ന് ഇത് ഉണ്ടാക്കി കൊടുത്തെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം, ബിനീഷ് കോടിയേരിയുടെ പേരിൽ ഒരു കേസുണ്ടായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എടുത്ത നിലപാട് എന്തായിരുന്നു? സ്വന്തം മകളുടെ കാര്യത്തിൽ വന്നപ്പോൾ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞൊരു നിലപാടുണ്ടായിരുന്നു, പാർട്ടി ബിനീഷിനെ സംരക്ഷിക്കേണ്ട ആവശ്യം പാർട്ടിക്കില്ല, എന്തുകൊണ്ട് പിണറായി വിജയൻ അത്തരമൊരു നിലപാട് എടുത്തില്ല എന്നൊരു ചോദ്യമുണ്ട്. ഈ വലിയ പരാജയത്തിന്റെ കാരണം പിണറായി വിജയനാണെന്ന് CPM-ൽ വലിയ രീതിയിൽ ചർച്ച, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു അഭിപ്രായമുണ്ട് പിണറായി വിജയനെതിരായ. ആ ഒരു അഭിപ്രായവും പിണറായി വിജയനും പ്രതിപക്ഷ നേതാവായിരിക്കാൻ യോഗ്യനല്ല, MLA ആകാൻ പോലും യോഗ്യനല്ല എന്ന് പറയുന്നത്, MLA സ്ഥാനം പോലും ഒഴിയണമെന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്നും CPM-ലുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് വീണ വിജയനെതിരെ പ്രതിരോധം തീർക്കാൻ വേണ്ടി പാർട്ടി അണികൾ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ പാർട്ടി ഉപയോഗിച്ചു എന്ന് പറയുന്ന കാര്യം, സ്വന്തം മകൾക്ക് വേണ്ടി പാർട്ടി ഉപയോഗിച്ചു. CPM എന്ന പാർട്ടി പിണറായി വിജയൻ എന്ന വ്യക്തിയിൽ അധിഷ്ഠിതമായാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനല്ലാതെ മറ്റു ആരും എന്ന നിലപാടാണ് പരാജയത്തിലേക്ക് എത്തിച്ചത്. ഇന്നും പാർട്ടിയെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ്, അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്നൊരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ആ കാര്യത്തിലൊക്കെ പിണറായി വിജയനെ ചോദ്യം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ എന്തിന് തെരുവിലിറങ്ങി, അല്ലെങ്കിൽ ഞങ്ങൾ എന്തിന് പ്രതിഷേധിച്ചു എന്ന ചോദ്യം ന്യായമാണ്. അവിടെ പിണറായി വിജയന് ഉത്തരമില്ല നൽകാൻ. അന്ന് ബിനീഷിന്റെ കാര്യത്തിലെടുത്ത നിലപാട് എന്തുകൊണ്ട് വീണയുടെ കാര്യത്തിൽ എടുത്തില്ല എന്നൊക്കെ നിരവധി ചോദ്യങ്ങളുണ്ട്. ഇനി മറുവശത്ത് ED ഘടിപ്പിച്ചിരിക്കുകയാണ്
ഇ ഡി കൂടുതൽ ചോദ്യം ചെയ്യലുകളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഇ ഡി ഇതേ രീതിയിൽ മുന്നോട്ട് പോയി വീണ തെറ്റുകാരിയാണ് എന്ന് തെളിയുകയാണെങ്കിൽ അത് പിണറായി വിജയൻ വലിയ തിരിച്ചടിയാകും. എന്ത് പറഞ്ഞായിരിക്കും കേരളത്തെ പൊതുസമൂഹത്തോടും പാർട്ടിക്കാരോടും പിണറായി വിജയൻ എന്തായിരിക്കും പറയാനുള്ള, എന്ത് പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. വലിയ പരാജയം, ഈ LDF ഉണ്ടായ രണ്ട് വലിയ പരാജയങ്ങൾ, ആ രണ്ട് പരാജയങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാവാകാൻ ഞാനില്ല എന്ന് പറയാൻ പോലും പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ വീണ വിജയന്റെ കാര്യം കൂടി വരുമ്പോൾ പാർട്ടി ഇത്രയും വലിയ പ്രതിരോധമൊക്കെ തീർത്തിട്ടും വീണ വിജയൻ തെറ്റുകാരിയാണ് എന്ന് തെളിയുകയാണെങ്കിൽ പിണറായി വിജയൻ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും രാജിവെക്കേണ്ടി വരും. അത് CPM-നകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വീണ വിജയൻ തെറ്റുകാരിയാണ് എന്ന് തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് CPM-ൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിക്കും. അത് പിണറായി വിജയനെതിരായ വികാരം വലിയ രീതിയിൽ ആളിക്കത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാവും. പാർട്ടിയെ രക്ഷിക്കാനും പാർട്ടിക്ക് തിരിച്ചു വരാൻ വേണ്ടി ആണ് ED റെയ്ഡിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചതെങ്കിൽ അവിടെ വീണ തെറ്റുകാരിയാണെന്ന് തെളിയുകയാണെങ്കിൽ അത് തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതെന്തായാലും പിണറായി വിജയൻ അത്ര എളുപ്പമായിരിക്കില്ല ഈ കുടുക്കിൽ നിന്ന് ഊരുക എന്ന് പറയുന്നത്. തീർച്ചയായും CPM-നെ സംബന്ധിച്ചിടത്തോളം അണികൾ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ ഉള്ളിൽ അമർഷം പുകയുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം CPM-ന്റെ നേതാക്കന്മാർക്കെതിരെ ഒരു പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ CPM നേതാക്കന്മാരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയാൽ സ്വാഭാവികമായും പ്രതിഷേധിക്കണം. പക്ഷേ ഒരു പാർട്ടി അംഗത്വം പോലും ഇല്ലാത്ത വീണ വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിന് എന്തിന് പ്രതിഷേധിക്കണമെന്നൊരു ചോദ്യമാണ് സാധാരണക്കാരായ പാർട്ടി അണികൾ ചോദിക്കുന്നത്. ഇതിന് മറുപടി പറയേണ്ട ബാധ്യത പാർട്ടി നേതൃത്വത്തിന് വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ പ്രവർത്തകർ ഇപ്പോൾ ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എനിക്ക് തോന്നുന്നു 10 വർഷത്തിനു ശേഷം ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ കൂട്ടത്തോടെ പ്രവർത്തകർ ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം. അതുമാത്രമല്ല, അന്വേഷണം കൂടുതൽ കടുപ്പിക്കാനും രാജ്യത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെയാണ് തിരുവനന്തപുരത്ത് വെച്ച് ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം ശക്തമാക്കാനും ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും തീരുമാനമായിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ വീണ വിജയനെതിരെ നടത്തിയ റെയ്ഡിനെതിരെ എന്തിന് പ്രതിഷേധിച്ചു എന്നൊരു ചോദ്യം പാർട്ടി അണികൾക്കിടയിൽ തന്നെ ഉയരുന്നുണ്ട്. പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയുടെ നേതാക്കന്മാരെ, പാർട്ടിയുടെ ചെങ്കൊടി കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുക എന്ന് തന്നെയാണ്. പക്ഷേ പിണറായി വിജയനെതിരെ ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ ED അന്വേഷണം കള്ളക്കേസ് എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകരെ തെരുവിലിറക്കിയത്. എന്നാൽ പിന്നീടാണ് പിണറായി വിജയൻ തന്നെ തുറന്നു പറയുന്നു, തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിട്ടില്ല, തന്റെ മകളെയാണ് ചോദ്യം ചെയ്തത്. അത്തരത്തിൽ പ്രതിപക്ഷ നേതാവായ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയത് എന്നൊരു ചോദ്യം അണികൾ ചോദിക്കും. ആ അണികളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ നാളെ CPM നേതാക്കന്മാർ ബാധ്യസ്ഥരാവില്ലേ? തീർച്ചയായും അണികളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ CPM-ലെ എല്ലാ നേതാക്കൾക്കും അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജോയിയൊക്കെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആദ്യമേ തടി ഊരുന്ന ഒരു രീതിയാണ്. എല്ലാവരും CPM പ്രവർത്തകരല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിനൊരു ഉത്തരം നൽകേണ്ട ഒരു സാഹചര്യം വരും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വേണമെങ്കിൽ CPM-ന് പറയാം, നമ്മൾ പ്രതിപക്ഷത്താണ്, സമരങ്ങളുമായി പോകണം, നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം വളരെ മോശമാണ്, അതിൽ നിന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാമെങ്കിലും വീണ വിജയൻ കുറ്റക്കാരിയാണ് എന്ന് തെളിയുകയും ആ ഒരു സാഹചര്യം വന്നാൽ ആർക്കും ഒന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരും. നിലവിലെ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരമില്ല. എന്തിന് വീണ വിജയന് വേണ്ടി സംസാരിക്കുന്നു? ബിനീഷിന് ഒരു നീതി, വീണയ്ക്ക് മറ്റൊരു നീതി എന്താണ്? അത് പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണോ? ഇത്തരത്തിൽ പല ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരമില്ലാതിരിക്കാനേ നേതാക്കൾക്ക് കഴിയൂ. അല്ലെങ്കിൽ താത്വികമായ അവലോകനം നടത്തി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അണികൾക്കിടയിൽ CPM-ൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം CPM-ൽ അകത്ത് തന്നെ ഒരു പിളർപ്പിലേക്ക് പോലും പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്രത്തോളം പിണറായി വിജയനെതിരായ വികാരമുണ്ടായിരുന്നു. ആ വികാരത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലായിരിക്കും ഈ സമരങ്ങളും കൊണ്ട് എത്തിക്കാൻ പോകുന്നത്. ഇനിയുള്ള ഈ ചോദ്യങ്ങൾക്ക് നേതാക്കൾ എന്ത് മറുപടി പറയും എന്നറിയില്ല. ഇനിയിപ്പോ അണികൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ എന്തിന് ഞങ്ങൾ സമരവുമായി പോയി വീണ വിജയന്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനിലേക്ക് വലിച്ചിട്ടു, അല്ലെങ്കിൽ പാർട്ടി എന്തിന്, ഞങ്ങളെന്നതിനപ്പുറത്തേക്ക് പാർട്ടി എന്തിനു ഉപയോഗിച്ചു എന്ന് ചോദ്യം ചോദിച്ചാൽ പിണറായി വിജയന് പോലും മറുപടി ഉണ്ടാകില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പാർട്ടിക്ക് വീണ്ടും വലിയ തിരിച്ചടിയാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.